1982 CH മുഹമ്മദ് കോയയുടെ മന്ത്രിസഭയിലാണ് N ഭാസ്കരൻ നായർ എന്ന് പറയുന്ന NDPയുടെ മന്ത്രി ആദ്യമായിട്ട് അവിടെ മന്ത്രിയാവുന്നത്. അന്നൊന്നും ഇല്ലാത്ത അയിത്തം എങ്ങനെയാണ് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഇതിനകത്ത് പൊട്ടിമുളച്ചു വരുന്നത്? എന്താണ് ലീഗിനുള്ള പ്രശ്നം? അത് പറയണ്ടേ? കേരളത്തിൽ ലീഗ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്താൽ എന്താ പ്രശ്നം? ആകാശം ഇടിഞ്ഞു വീണിട്ടുണ്ടോ? വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്താൽ എന്താ പ്രശ്നം? സാമുദായികമായ ചേരിതിരിവ് കേരളത്തിൽ ഉണ്ടാക്കി അത് തീർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും മലബാറിന് 33 സ്കൂളുകൾ കൊടുക്കുന്നതായിരുന്നു. പക്ഷെ എല്ലാ ഭരണപരമായ തീരുമാനം എടുക്കുമ്പോഴും സാമൂഹ്യ പശ്ചാത്തലം കൂടി ഒന്ന് ആലോചിക്കണം. 5ാം മന്ത്രിസ്ഥാനത്തിന്റെ പേരിൽ കേരളത്തിന്റെ ഒരു സാമൂഹ്യ പശ്ചാത്തലം ആകെ അലങ്കോലമായി കിടക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൊടുക്കണോ ഈ 33 സ്കൂള്? കേരളത്തിന്റെ ഒരു സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഒന്ന് നോക്കണ്ടേ? വീണ്ടും നമുക്കൊരു മറ്റ് ഭൂരിപക്ഷ സമുദായത്തിന്റെ ഒരു കൺസോളിഡേഷനൊക്കെ ഇടവരുന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഇപ്പൊ തന്നെ ഇത് ചെയ്യണം ആരും ചോദിച്ചില്ല അല്ലേ? ആ തീരുമാനം കൂടി വന്നപ്പോ ആളുകൾക്ക് സംശയം ഇത് നമ്മൾ തന്നെയാണ് ഭരിക്കുന്നത്. അത് സംശയിച്ചാൽ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? സംശയം ഉണ്ടാകുന്നതാണ്, നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഉണ്ടാകുന്നതാണ്. നമ്മളെപ്പോഴും ഇതാണ് കേരളത്തിൽ ലീഗ് മതേതര നിലപാടുകൾക്കെതിരായിട്ട് എവിടെയാണ് നിലപാട് സ്വീകരിച്ചെന്ന് NSS പറയട്ടെ. ഭരിക്കുന്നത് MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല, നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചുപിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്.